ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ മോഷണം നടത്തിയത് ഇന്നലെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച കുറുവ സംഘാംഗം സന്തോഷ് ശെൽവം എന്നുറപ്പിച്ചു പോലീസ്. ശരീരത്തിലെ ടാറ്റു ആണ് വളരെ നിർണായകമായത്. മോഷണത്തിനിടയിൽ ശരീരത്തെ ടാറ്റു കണ്ടതായി പോലീസിന് മൊഴി ലഭിച്ചിരുന്നു. യു ഷൈജു ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ഷൈജു, എന്തായാലും ഇന്ന് കേരളം കുറച്ച് ആശ്വാസത്തോടെ കേട്ട വാർത്തയാണ്. കുറുവ സംഘാംഗങ്ങൾ ഒരാൾ പിടിയിലായി. നിരവധി സംഘങ്ങൾ ഉണ്ടാകും, പക്ഷേ ഒരാളെങ്കിലും ഒരു സംഘമെങ്കിലും പിടിയിലാകുമ്പോൾ സ്വാഭാവികമായും അവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചു. അപ്പോൾ ആലപ്പുഴയിൽ നടന്ന മോഷണങ്ങൾക്ക് പിന്നിൽ ഈ പിടിയിലായ ആൾ തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ കൂടി പോലീസിന് ലഭിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ടാറ്റു ആണ് വളരെ നിർണായകമായതല്ലേ? ജിൽസി, തീർച്ചയായും വളരെ ആശ്വാസം എന്ന് നമുക്ക് പറയാം. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീതിയിലായിരുന്നു. ആലപ്പുഴയിലും പിന്നീട് എറണാകുളത്തുമൊക്കെ വീടുകൾ കയറി, അപ്രതീക്ഷിതമായി വീടുകളിലേക്ക് ഇരച്ചു കയറി മോഷണം നടത്തുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള കുറുവ സംഘം. ഇത് വാർത്തകൾ വന്നു തുടങ്ങിയതോടുകൂടി പല സ്ഥലങ്ങളിലും ആളുകൾ ആശങ്കയിലായിരുന്നു. പല സ്ഥലത്തും ജാഗ്രതാ സമിതി പോലെ പല ആളുകളും കരുതലോടുകൂടി വീടിന് പുറത്തൊക്കെ ഇറങ്ങി ഇരിക്കുമ്പോഴാണ് ഈ സംഘത്തിലെ ആളുകളെ പിടികൂടുന്നു എന്നൊരു ആശ്വാസകരമായ ഒരു വാർത്ത ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്തുന്നത്. ആദ്യം ഇത് ഈ സീസണിൽ അങ്ങനെ തന്നെ നമുക്ക് പറയേണ്ടി വരും. ഈ സീസണിൽ മണ്ണഞ്ചേരി ഭാഗത്താണ്, മണ്ണഞ്ചേരി പോലീസിന്റെ അതിർത്തിയിലുള്ള ഭാഗത്താണ് ആദ്യം ഈ മോഷണ ശ്രമം ഉണ്ടായത്. ഈ മോഷണ ശ്രമം ഉണ്ടായ സംഘത്തിൽ ഉള്ളയാളാണ് ഇപ്പോൾ പിടിയിലായി പോലീസ് കസ്റ്റഡിയിലുള്ള ഈ സന്തോഷ് ശിവം എന്ന ഒരു ഉറപ്പിലേക്കാണ് ഇപ്പോൾ പോലീസ് പോകുന്നത്. കാരണം പോലീസ് ഇവരെ തിരിച്ചറിയുന്നതിന് വേണ്ടി നടത്തിയ പലതരം ശ്രമങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദൃക്സാക്ഷികളെ കാണാനുള്ള ശ്രമമായിരുന്നു. പക്ഷെ ഇവരൊക്കെ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഓടിപ്പോകുന്ന സമയത്ത് ശരീരത്ത് അരണ്ട വെളിച്ചത്തിൽ കണ്ട ചില അടയാളങ്ങൾ മാത്രമാണ് പല ദൃക്സാക്ഷികളും പോലീസിനോട് പങ്കുവച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളം ഇവരുടെ ശരീരത്ത് ടാറ്റു ഉണ്ടായിരുന്നു എന്നാണ്. ഈ ടാറ്റു ഉള്ള ഒരാളെയാണ് ഇപ്പോൾ അവർക്ക് പോലീസ് കസ്റ്റഡിയിൽ ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഈ സന്തോഷ് ശിവമാണ് മണ്ണഞ്ചേരിയിൽ എത്തിയത് എന്നൊരു നിഗമനത്തിലാണ് പോലീസ് എത്തുന്നത്. ഇദ്ദേഹം പല മോഷണ കേസുകളിലെ പ്രതിയാണ് എന്ന ഒരു കണ്ടെത്തലും പോലീസ് നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മണികണ്ഠനെക്കുറിച്ച് കാര്യമായൊരു വിവരത്തിലേക്ക് പോലീസിന് ഇപ്പോഴും എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ മണ്ണഞ്ചേരിക്ക് ശേഷം 2 ദിവസങ്ങൾക്ക് ശേഷമാണ് പുന്നപ്രയിൽ ഈ കുറുവ സംഘം എത്തുന്നത്. എന്നാൽ പുന്നപ്രയിൽ എത്തിയ സംഘം മറ്റൊരു സംഘമാണ് എന്നൊരു പ്രാഥമിക നിഗമനം ഇപ്പോൾ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഇപ്പോൾ ഒരു കാര്യം നമുക്ക് പറയാൻ കഴിയുന്നത്, ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ പോലീസ് ട്രെയിനിങ് ക്യാമ്പിന് സമീപത്താണ്. ഇന്നലെ രാത്രി ഇവിടേക്കാണ് ഈ 2 പ്രതികളെയും എത്തിച്ചത്. എന്നാൽ പുലർച്ചയോടുകൂടി തന്നെ ഇവരെ മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എവിടേക്കാണ് മാറ്റിയതെന്ന് സംബന്ധിച്ച ഒരു വ്യക്തത ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയില്ല. മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലോ മറ്റേത് സ്ഥലത്തോ മാറ്റിയിട്ടുണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് പകൽ സമയത്ത് ഏതെങ്കിലും ഒരു സമയത്ത് ജില്ലാ പോലീസ് മേധാവി മാധ്യമങ്ങളെ കാണും എന്നൊരു വിവരം ഇന്നലെ ലഭിച്ചിരുന്നു. അക്കാര്യത്തിലും ഒരു വ്യക്തതയില്ല. ഇന്നൊരു പക്ഷേ പോലീസ് മേധാവി കണ്ടേക്കും എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുക. ഏതായാലും ഇതിൽ ഒരുപാട് ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു കണ്ടെത്തൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് നിരവധി ഘട്ടങ്ങളിലെ ഒരു അന്വേഷണത്തിലേക്കായിരിക്കും പോലീസ് കടക്കുക. ഇവരെ ഏതെങ്കിലും തരത്തിൽ തെളിവെടുപ്പിനോ മറ്റോ കൊണ്ടുപോകുമോ എന്ന കാര്യത്തിൽ അടക്കമുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം പ്രത്യേകിച്ച് ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ദിവസം തന്നെ ഇത് കോടതിയിൽ ഹാജരാക്കുകയോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ ഹാജരാക്കുകയോ ഒക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അറസ്റ്റ് നടത്തേണ്ടി വരും. അറസ്റ്റിലേക്ക് എത്തണമെങ്കിൽ ഇവരെ കാര്യമായി ചോദ്യം ചെയ്ത് അതിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. പക്ഷേ അതിലേക്കൊക്കെ ഇന്ന് എത്തുമോ എന്ന കാര്യത്തെക്കുറിച്ച് ഒരു സംശയമുണ്ട്. കാരണം വിശദമായ ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടാവേണ്ടതുണ്ട്. ആദ്യം ഇവർ കുറുവ സംഘത്തിൽ പെട്ട ആളുകളാണ് എന്ന് ഉറപ്പുവരുത്തുക എന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യമാണ്. സന്തോഷ് അതിൽ പെട്ടയാളാണ് എന്ന ഏതാണ്ട് ഉറപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. മണികണ്ഠനെ കുറിച്ചുള്ള വിവരം വെച്ചിട്ടില്ല. വളരെ പഴുതടച്ച ഒരു അന്വേഷണത്തിലേക്കാണ് അന്വേഷണ സംഘം കടക്കുന്നത്. ജില്ലാ പോലീസ് മേധാവിയുടെ കർശന മേൽനോട്ടം ഇക്കാര്യത്തിൽ ഉണ്ട്. പ്രത്യേക സ്ക്വാഡാണ് ഇതിൽ അന്വേഷിക്കുന്നത്. ഏതായാലും ജിൽസി പറഞ്ഞതുപോലെ ഈ പ്രഭാതത്തിൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമാണ്. കുറുവ സംഘത്തിലുള്ള ഈ ആളുകളെ അറസ്റ്റ് ചെയ്യുന്നു എന്ന വാർത്ത. പ്രത്യേകിച്ച് ഇവർ ചാടിപ്പോയി വളരെ അതായത് മണിക്കൂറുകൾക്കകം തന്നെ ഇവരെ അതേ സ്ഥലത്ത് നിന്ന് കണ്ടെത്താൻ കഴിയുന്നതൊക്കെ പോലീസിന്റെ ഒരു മിടുക്കായി തന്നെ ജനങ്ങൾക്ക് ആശ്വസിക്കാൻ കഴിയുന്നു. ജിൽസി.